പുരാവസ്തു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഈ ബിനാമി നിക്ഷേപങ്ങൾ കണ്ടെത്താതെ ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ തിരക്കിട്ട് അന്വേഷണം അവസാനിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഇനി ഏത് തരത്തിലുള്ള ചോദ്യങ്ങളും ദുരൂഹതകളുമാണ് മുന്നിലുള്ളത് ജിജീഷ്? സുരേഷ്, തീർച്ചയായും വലിയ ഒരു കോളിളക്കം സൃഷ്ടിച്ച വാർത്ത തന്നെയായിരുന്നു ആ തട്ടിപ്പ് എന്ന് പറയുന്നത്. മോൻസൺ മൗങ്കലിന്റെ തട്ടിപ്പ്. രാഷ്ട്രീയ ഉന്നതർ, ഒപ്പം തന്നെ പോലീസിലെ ഉന്നതർ എന്നിവരുമെല്ലാം അടുത്ത ബന്ധമുണ്ടായിരുന്ന മോൻസൺ മൗങ്കൽ പല ആളുകളിൽ നിന്നായി പണം വാങ്ങുന്നത് 10 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തുന്നു. ഇത് സംബന്ധിച്ച് എന്നാൽ എവിടെയെല്ലാമാണ് ഈ പണം നിക്ഷേപിച്ചത് എന്ന് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ 10 കോടി രൂപ 4-5 പേരിൽ നിന്നായി വാങ്ങി എന്ന പരാതിയായിരുന്നു നൽകിയിരുന്നത്. ഇവർ പ്രത്യേകമായി ക്രൈംബ്രാഞ്ചിന് പരാതി നൽകുകയും ചെയ്തു. അങ്ങനെ 10 കോടി രൂപ നൽകിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് മോൻസൺ മൗങ്കൽ നിക്ഷേപിച്ചതെന്ന് കണ്ടെത്തണം. ഏത് ബിനാമി ഇടപാടുകളിലൂടെയാണ് ആ പണം കൈമാറിയിട്ടുള്ളത് എന്നറിയണം. ആരെല്ലാമാണ് ആ ബിനാമികളായി പ്രവർത്തിച്ചത് എന്ന് അറിയണം. എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു അന്വേഷണവും ഇല്ലാതെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പൂർണ്ണമായും തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ 3 ഘട്ടങ്ങളിലായി കുറ്റപത്രം സമർപ്പിച്ചു. ആദ്യഘട്ടത്തിൽ മുൻ DIG എസ് സുരേന്ദ്രൻ അടക്കം അതിൽ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ IG ലക്ഷ്മൺ ഈ കേസിൽ പ്രതിപട്ടികയിലുണ്ട്. KPCC അധ്യക്ഷൻ K സുധാകരൻ കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. ഇങ്ങനെ ചില അന്വേഷണങ്ങൾ ഒരു ഭാഗത്ത് നടന്നു എന്നതൊഴിച്ചു കഴിഞ്ഞാൽ ആരുടെയെല്ലാം പേരിലാണ് ബിനാമി ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ മോൻസൺ മൗങ്കൽ എങ്ങനെയായിരുന്നു നടത്തിയിരുന്നത്, അതിന് സഹായം ചെയ്തത് ആരാണ്? കാരണം നിലവിൽ 2 കോടിയോളം രൂപ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകിട്ടിയത് മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മോൻസൺ മൗങ്കലിന്റെ പണം തിരിച്ചു പിടിക്കാൻ, മോൻസൺ മൗങ്കൽ ഇത്തരത്തിൽ അനധികൃതമായി തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം തിരിച്ചു പിടിക്കാനുള്ള ഏക നടപടി എന്ന് പറയുന്നത്. എന്നാൽ ബാക്കി 8 കോടിയോളം രൂപ എവിടെയാണ് നിക്ഷേപിച്ചത്? അത് ഒരു പുറത്തു വന്ന കണക്ക് മാത്രമാണ്. ഈ 10 കോടി രൂപ കൊടുത്തു എന്ന് അവർ കൃത്യമായി പറയുന്നത് കൊണ്ടാണ് ഈ 8 കോടിയെ സംബന്ധിച്ച് വിവരം ലഭിക്കുന്നത്. എന്നാൽ ഇതിനുമപ്പുറം മറ്റു പലരെയും, ഇപ്പോഴും പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ലാത്ത പലരെയും മോൻസൺ മൗങ്കൽ പറ്റിച്ചിട്ടുണ്ട്. അത് എവിടെയെല്ലാം നിക്ഷേപിച്ചു? അത് വിദേശ രാജ്യങ്ങളിലെ നിക്ഷേപങ്ങളാക്കിയിട്ടുണ്ടോ? സംസ്ഥാനത്തിന് പുറത്ത് എവിടെയെങ്കിലും ഭൂമി വാങ്ങിക്കിട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനെല്ലാം ഒത്താശ ചെയ്യുകയും ആ ബിനാമിയായി പ്രവർത്തിക്കുകയും ചെയ്ത നേതാക്കൾ, പോലീസ് ഉന്നതർ ആരെല്ലാമാണ് എന്ന് വ്യക്തമാക്കണം. കാരണം പല ഘട്ടങ്ങളിലും ഉന്നതരിലേക്ക് അന്വേഷണം നീളുമ്പോൾ ക്രൈംബ്രാഞ്ച് അവിടെ പകച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കൃത്യമായി നേതാക്കളിലേക്ക് അന്വേഷണം എത്തിക്കാനുള്ള ഒരു തരത്തിലുള്ള ശ്രമവും അല്ലെങ്കിൽ അത്തരം സൂചനകൾ ലഭിക്കുന്ന ഘട്ടത്തിൽ പോലും അതിലേക്ക് ക്രൈംബ്രാഞ്ച് ഒരു തരത്തിലും അന്വേഷണ ഘട്ടങ്ങളിൽ കടന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലാണ് അന്വേഷണം ഇപ്പോൾ നിലവിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. ആ വലിയ ചോദ്യങ്ങളാണ് ബാക്കി. ആ കള്ളപ്പണ ഇടപാട് നടന്നിരിക്കുന്ന പണം, ബിനാമി ഇടപാടിലൂടെ കണ്ടെത്തിയ പണം, അത് എവിടെ നിക്ഷേപിച്ചു, അത് ആരെല്ലാമാണ് അതിന്റെ പങ്ക് പറ്റിയവർ എന്നീ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിക്കുമ്പോൾ സ്വാഭാവികമായും വിശദമായൊരു അന്വേഷണം വേണം, സമഗ്രമായ അന്വേഷണം വേണം പുരാവസ്തു തട്ടിപ്പിൽ എന്ന ആവശ്യം തന്നെയാണ്. അത്തരത്തിലുള്ള ആവശ്യങ്ങൾ തന്നെയാണ് ഉയർന്നത്. കൃത്യമായ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമെന്നുള്ള ആവശ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്.